അസംതൃപ്തി. ഷാബു പ്രസാദ് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ഷാബു പ്രസാദ്, പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ് ഇത്. സാമുദായിക ഒരു സൗവാക്യം ഇതിൽ പാലിച്ചിട്ടില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രചാരണം കാണുമ്പോൾ? എന്താണെങ്കിലും ഒരു മാറ്റവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇടം കിട്ടാത്തവരും അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ചിരുന്നവരും ഒക്കെ മുഖമില്ലാതെ, അഡ്രസ് ഇല്ലാതെ ഈ രീതിയിൽ രംഗത്ത് വരിക എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ഒരു സ്ഥിരം ഏർപ്പാടാണ്. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നുള്ളിപ്പെറുക്കിയെടുത്തു കഴിഞ്ഞാൽ പലതും കാണും. പക്ഷേ അതിനപ്പുറം ഇതിന് വലിയ ഗൗരവമൊന്നുമില്ല മഞ്ജുഷേ. പക്ഷെ അങ്ങനെ ഗൗരവം ഇല്ലാതെയും കാണാൻ പറ്റുമോ? കാരണം എല്ലാ പാർട്ടികളും ഇത്തരത്തിലുള്ള സന്തുലനം നോക്കാറുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ BJP കിട്ടുന്ന പിന്തുണ വെച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു സമുദായത്തിന്റെ മാത്രം പാർട്ടി എന്ന രീതിയിൽ പറ്റുകയില്ലല്ലോ. അതായത് ഈ സമുദായങ്ങൾക്ക് സമുദായ പരിഗണനയോടുകൂടി സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ അതല്ല അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. എല്ലാ ജനങ്ങളെയും പ്രയോജനം കിട്ടുന്ന രീതിയിൽ എല്ലാ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെയാണ് അതിന്റെ പ്രധാനം. അല്ലെങ്കിൽ ഈഴ വിഭാഗത്തിന് ഇത്ര, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന് ഇത്ര, അങ്ങനെ പങ്കുവെച്ചു കൊടുക്കാൻ ഇത് സർക്കാർ ജോലിയൊന്നും അല്ലല്ലോ സംവരണം നടപ്പാക്കാനായിട്ട്. എല്ലാ വിഭാഗങ്ങൾക്കും ആരും ആയിക്കൊള്ളട്ടെ, അവിടെ കഴിവുള്ളവർ നേതൃത്വത്തിൽ വരിക, അത് അവരുടെ പ്രവർത്തനം കൊണ്ട്, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും അവരർഹിക്കുന്ന ന്യായമായ സേവനം കിട്ടുക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. അതാണ് BJP ഇത്തവണ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ ഷാബു പ്രസാദ്. പ്രതികരിച്ചതിന് സാമുദായിക സന്തുലനം ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്.